ഭരത്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഒരു സമയത്ത് ഈ ഗ്രാമം വളരെ ഭംഗിയുള്ളതും വളരെ സമൃദ്ധമായതുമായിരുന്നു. പക്ഷെ കുറച്ചു വർഷങ്ങളായി ഗ്രാമം ദാരിദ്ര്യത്തിലാണ്. മനുഷ്യരുടെ അവസ്ഥ വളരെ മോശമായി. വെള്ളം കിട്ടാത്തത് കൊണ്ട് മൃഗങ്ങളൊക്കെ ഓരോന്നായി ചാകാൻ തുടങ്ങി. പക്ഷെ ആ ഗ്രാമത്തിലെ വികൃതിക്കുട്ടനായ രോഹൻ തന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കാനായി നദിക്കരയിലേക്ക് കൊണ്ടുപോയി. മോഹൻ കളിക്കുന്നതിൽ വളരെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് അതുവഴി രമാബായി വന്നത്. അവരുടെ തലയിൽ പാനയിൽ വെള്ളമുണ്ടായിരുന്നു. അത് രോഹൻ ചിട്ടിക്കമ്പ് വെച്ച് ഉടച്ചു. രോഹൻ അവിടെ നിന്നും ഓടി വന്നു. അതുകൊണ്ട് രമാബായി വളരെ ദേഷ്യത്തോടെ അവന്റെ വീട്ടിലേക്ക് വന്നു. അല്ല, നീ പെറ്റു വച്ചിരിക്കുന്നല്ലോ ഒന്ന്, അതെന്താ കുട്ടിച്ചാത്താനാണോ? അവൻ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുമോ ഇല്ലയോ? അവൻ ഞങ്ങളെ എത്ര കഷ്ടപ്പെടുത്തുന്നെന്ന് അറിയാമോ? എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? അവൻ ചിട്ടിക്കമ്പ് വെച്ച് എന്റെ പാന പൊട്ടിച്ചു. നിൽക്കൂ, അവൻ വീട്ടിലേക്ക് വരട്ടെ. ഇന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും. അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ അമ്മ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. പറയൂ, നീ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുമോ ഇല്ലയോ? നിന്നോട് എത്ര വട്ടം പറയണം ആരെയും കഷ്ടപ്പെടുത്തരുതെന്ന്? പക്ഷെ നീ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ. മുത്തശ്ശി അവർ രണ്ടുപേർക്കും ഇടയിൽ വന്നു. രോഹനെ അവന്റെ അമ്മ അടിക്കുന്നതിൽ നിന്നും അവർ രക്ഷിച്ചു. അയ്യോ, മതി, നിർത്ത്. നീ കുട്ടിയെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നല്ലോ. ഈ പ്രായത്തിൽ കുസൃതി കാണിക്കാതെ പിന്നെ എപ്പോൾ അവൻ കാണിക്കും? മതി, നിങ്ങളാണ് ഇവനെ ലാളിച്ച് വഷളാക്കുന്നത്. അതെ, നീ വലിയ നല്ലവളാണ്. ചെല്ല് ചെന്ന് പണി നോക്ക്. ഗ്രാമത്തിൽ വെള്ളമില്ല മോനെ, അതുകൊണ്ട് എല്ലാരും വിഷമത്തിലാണ്. ഇതുപോലെ സമയത്ത് നീ ഇങ്ങനെ ചെയ്താൽ അവർക്ക് നിന്നോട് ഒരുപാട് ദേഷ്യം വരും. എന്താ മനസ്സിലായോ? മനസ്സിലായി മുത്തശ്ശി. അത് ശരി, നമ്മുടെ ഗ്രാമത്തിന് എങ്ങനെയാണ് വെള്ളത്തിന് പ്രശ്നം വന്നത്? ഇതിനൊക്കെ കാരണം ജനങ്ങളാണ്. അവർ വെള്ളത്തിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നില്ല മോനെ. ഗ്രാമത്തിലെ ചവറുകളൊക്കെ നദികളിൽ അവർ നിക്ഷേപിക്കുന്നു. മരങ്ങൾ വെട്ടുന്നത് കാരണം മഴ പെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ അവസ്ഥ. ഒരു സമയമുണ്ടായിരുന്നു, അപ്പോൾ നമ്മുടെ ഗ്രാമത്തെ വെള്ളി നദി ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്ത്, വെള്ളി നദിയോ? അതെ മോനെ, വെള്ളി നദിയാണ്. അതെ, വെള്ളി നദി. ഭരത്പൂരിലെ ഗ്രാമനദി വളരെ വൃത്തിയുള്ളതും തെളിഞ്ഞതുമായിരുന്നു. ആ വെള്ളം കാണാൻ വെള്ളി ഒഴുകുന്നത് പോലെ തോന്നും. അതിൽ നിന്നും വെള്ളി കഷ്ണങ്ങളും കിട്ടിയിരുന്നു. ഇവിടെ നോക്കു മോനെ, എനിക്ക് വെള്ളി കല്ല് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഭാഗ്യം തന്നെ, വലിയ കല്ല് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു വലിയ വീട് കെട്ടാൻ പോവാണ്. നിക്കൂ, ഞാനും ചെന്ന് തപ്പി നോക്കാം. ഭരത്പൂരിലെ ജനങ്ങൾ ആ നദിയിൽ നിന്നും കിട്ടുന്ന വെള്ളി കല്ലുകൾ കൊണ്ടുപോയി വിറ്റ് പണക്കാരായി മാറി. അവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിതം വളരെ നന്നായി നടത്തി വന്നു. പക്ഷേ ഇപ്പോൾ നദി വൃത്തിയായി സൂക്ഷിക്കാത്തതുകൊണ്ട് അതിലുള്ള വെള്ളി കല്ലുകളൊക്കെ മാഞ്ഞുപോയി. ഇപ്പോൾ ആ പഴയ അവസ്ഥ നമ്മുടെ ഗ്രാമത്തിന് എപ്പോൾ വരുമെന്ന് അറിയില്ല. ശരി, അതൊക്കെ വിട്. നീ ചെന്ന് ഉറങ്ങുമോനെ, സമയം ഒരുപാടായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കഷ്ടം വരാൻ തുടങ്ങി. നദി വറ്റിപ്പോയി. മൃഗങ്ങളൊക്കെ രോഗം കാരണം മരിക്കാൻ തുടങ്ങി. രോഹന്റെ പ്രിയപ്പെട്ട ആടായ മീരയും വെള്ളമില്ലാതെ മരിച്ചുപോയി. ആ ആട് മരിച്ചതിനു ശേഷം രോഹൻ വളരെ സങ്കടത്തോടെ ആയിരുന്നു. തന്റെ ആടുകളെ മേയ്ക്കാനായി രോഹൻ കാട്ടിൽ ഒരുപാട് ദൂരം വരെ പോയി. പിന്നെ രോഹൻ മീരയുടെ കുഞ്ഞിനോട് കളിക്കാൻ തുടങ്ങി. അവൻ ആ ചെറിയ ആടിന് ഷീരു എന്ന് പേര് വെച്ചു. രോഹൻ അത് കയ്യിലെടുത്ത് എന്തു പറഞ്ഞെന്നാൽ, വിഷമിക്കേണ്ട ഷീരു, നിന്റെ അമ്മയെ എനിക്ക് രക്ഷിക്കാനായില്ല, പക്ഷെ നിന്നെ ഞാൻ നന്നായി നോക്കും. മോഹൻ വെള്ളം കുടിക്കാനായി ഷീരുവിനെ താഴേക്ക് ഇറക്കി വിട്ടപ്പോൾ, ഷീരു, ഷീരു, നീ എങ്ങോട്ടാ പോകുന്നേ? രോഹൻ ഷീരുവിന്റെ പുറകെ കാടിനകത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ രോഹൻ വളരെ ക്ഷീണിച്ചിരുന്ന ഒരു വയസ്സായ ആളെ കണ്ടു. അല്ല, ഈ വയസ്സായ മുത്തച്ഛൻ. ഷീരു, ഷീരു. രോഹൻ ഷീരുവിനെ എല്ലാ ഭാഗത്തും തേടാൻ തുടങ്ങി. ആ വയസ്സായ ആളുടെ ശബ്ദം രോഹനെ ആകർഷിച്ചു. വെള്ളം, വെള്ളം. നിങ്ങൾക്ക് വെള്ളം വേണോ? ഞാൻ വെള്ളം തരാം. പക്ഷെ പറ്റില്ല, എന്റെ കയ്യിൽ ഇത്രയേ വെള്ളമുള്ളൂ. എന്റെ കയ്യിലുള്ള വെള്ളം ഞാൻ ഇദ്ദേഹത്തിന് നൽകിയാൽ എനിക്ക് വെള്ളം ദാഹിക്കുമ്പോൾ ഞാൻ എന്തു കുടിക്കും? ഇല്ല, ഞാൻ വെള്ളം തരില്ല. പക്ഷെ വെള്ളം കൊടുക്കുന്നത് പുണ്യവും നല്ല കാര്യവുമാണെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിന് വെള്ളം നൽകാം. രോഹൻ ആ മുത്തച്ഛന് വെള്ളം നൽകിയതും തന്നെ ആ മുത്തച്ഛൻ വളരെ ശക്തനായി എണീറ്റു നിന്നു. വളരെ നന്ദി മോനെ,
നീ എനിക്ക് ഈ വെള്ളം തന്നിരിക്കുകയാണ്. നീ ഷീലുനല്ലേ തപ്പി നടക്കുന്നത്. നീ നേരെ പൊയ്ക്കോ, അവിടെ കിട്ടും. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മുത്തശ്ശൻ അവിടെ നിന്നും പോയി. ആ മുത്തച്ഛനും പോയല്ലോ. ഇപ്പോൾ ഞാൻ മുൻപിലോട്ട് പോകണം. രോഹൻ മുൻപിലോട്ട് നടന്നു. അവൻ അങ്ങനെ ഒരു സ്ഥലത്തെത്തി. രണ്ടു വശത്തും കുഴിയുണ്ടായിരുന്നു. ആ കുഴിയുടെ മേലിൽ ഒരു പാലവും ഉണ്ടായിരുന്നു. ഞാൻ ഈ പാലം കടന്ന് ആ വശത്തേക്ക് പോകണോ? വേണ്ട വേണ്ട, ഇത് കാണാൻ വളരെ പഴയതായിരിക്കുന്നു. നമ്മൾ ഇത് കടക്കുമ്പോൾ ഒരുപക്ഷെ ഇത് പൊട്ടിയാലും പൊട്ടും. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം. എന്റെ ശീലു ആ വശത്തുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും പോകണം. അതെ, ഞാൻ അവിടേക്ക് പോകണം. മോഹൻ മുൻപിലോട്ട് നടന്നു. വളരെ ധൈര്യത്തോടെ ആ പാലം അവൻ കടന്നു. ആ പാലം കടന്ന ഉടനെ ഒരു നദി കണ്ടു. ആ നദി വളരെ വൃത്തിയുള്ളതായിരുന്നു. പിന്നെ അതിനകത്ത് കല്ലുകൾ തിളങ്ങിക്കൊണ്ടിരുന്നു. രോഹൻ മുൻപിലോട്ട് ചെന്നതും അവൻ മുൻപിലുണ്ടായിരുന്ന അവസ്ഥ കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയി നിന്നു. അവന്റെ മുൻപിലായി ആ നദിയുടെ അരികിൽ ഒരു വലിയ കറുത്ത നാഗം പത്തി വിടർത്തി നിന്നു. വാ രോഹൻ, വാ. ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. നീ ആരാണ്? ഞാനൊരു നാഗമാണ്, ഈ പുഴയുടെ പാതുകാവലൻ. എന്താണ് ഇതൊക്കെ? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. ഈ സ്ഥലം ഇത്തിരി മായ സ്ഥലമാണ്. നിന്റെ ഗ്രാമത്തില് വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. ആ വെള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ എനിക്ക് എന്റെ ഷീരു വേണം. ഷീലു കിട്ടും. ആദ്യം 3 ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ച് അതിനുള്ള ഉത്തരം എന്താ? ഒന്നാമത്തെ ചോദ്യം, രാത്രിയും പകലും ഓടിക്കൊണ്ടിരിക്കും, പോണ വഴിക്ക് ജീവൻ തരും, കല്ല് പൊട്ടിച്ച് വഴിയുണ്ടാക്കും, എല്ലാ പ്രശ്നത്തിനും പരിഗണിക്കും, അവസാനം കടലിൽ ചെന്ന് ചേരും. പറയ്, ഇതിനുള്ള ഉത്തരം എന്താണ്? രോഹൻ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചു സമയം ചിന്തിച്ചിട്ട് രോഹൻ പെട്ടെന്ന് പറഞ്ഞു, നദി. നദി. ഇതിന്റെ ഉത്തരം നദിയാണ്. ശരിയായ ഉത്തരവാണ്. ശരി, അടുത്ത രണ്ടാമത്തെ ചോദ്യം, സൂര്യപ്രകാശം ഇതിന്റെ മേലെ തട്ടിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അത്ര തിളങ്ങും. സ്വർണത്തിന്റെ വിലന്റെ അത്ര ഉണ്ടാവും. വെളുത്ത നിറത്തിലുണ്ടാവും, പക്ഷെ സ്വർണ്ണമല്ല. ഇപ്പൊ പറയ് എന്താണെന്ന് പറയ്. ഈ കടങ്കഥ അല്പം കഷ്ടമായിരുന്നു. മോഹൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ പെട്ടെന്ന് ആ വെള്ളി നദിയിലേക്ക് നോക്കിയത്. തിളങ്ങിക്കൊണ്ടിരിക്കും, പക്ഷെ അത് സ്വർണമല്ല, വെള്ളി. വെള്ളി. നീ നല്ല ബുദ്ധിശാലിയായ കുട്ടിയാണല്ലോ. പക്ഷെ ഇപ്പൊ നീ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം തരണം. പറയ്, ഞാനാരാണ്? എല്ലാ ജനങ്ങളുടെ മേലും സ്നേഹം വെച്ചിട്ടുണ്ട്. ഞാൻ മുഴുവനും വെള്ളം കൊണ്ടാ ഉള്ളത്. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്ക്. എന്റെ അടുത്തിരിക്കുന്ന കല്ല് വില ഉയർന്നതാണ്. അതിനെങ്ങനെയാണ് വേണ്ടെന്ന് പറയാ. ഞാൻ കാരണം നിന്റെ ഗ്രാമത്തിലേക്ക് സഹായം ചെയ്യാം. ഞാൻ ആരാണ്? രോഹൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ അവനെ വളരെ കഷ്ടമുള്ളതാണ്. രോഹൻ വളരെ നന്നായി ആലോചിച്ചു. എന്നിട്ട് ഉത്തരം പറഞ്ഞു, ഇത് ഗ്രാമത്തിന് സഹായകരമായിരിക്കും. വെള്ളി നദി. അടിപൊളി മോനെ, എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. നീ 3 ചോദ്യത്തിനും ഉത്തരം തന്നു. ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 3 പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തി. ആ വയസ്സായ ഒരാൾക്ക് നീ വെള്ളം കൊടുക്കണമെന്ന് കണ്ടപ്പോൾ നിനക്ക് എത്ര വലിയ നല്ല മനസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കി. വയസ്സായവരോട് നല്ലപോലെ പെരുമാറി. ആ പൊട്ടിയ പാലം കടന്ന് നിന്റെ അടുത്തിരിക്കുന്ന ധൈര്യത്തിനെ നീ വെളിപ്പെടുത്തി. അത് കാരണം നീ വലിയ വീരനാണെന്ന് മനസ്സിലാക്കി. എന്റെ 3 ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞ് നീ ഒരു ബുദ്ധിശാലി എന്ന് കാണിച്ചിരിക്കുകയാണ്. നീ ശരിക്കും വിജയത്തിന് തകുതിയാനവനാണ്. നീ വിജയിച്ചിരിക്കുന്നു സുഹൃത്തെ. നിനക്ക് തീർച്ചയായിട്ടും നിന്റെ ശീലം കിട്ടും. നീ ഒന്ന് ഇടതുവശത്ത് നോക്കിയേ. രോഹന്റെ ഇടതുവശത്ത് ഷീരു നിന്നുകൊണ്ടിരുന്നു. രോഹൻ അതിനെ എടുത്തു. നീ എങ്ങോട്ടായി ഓടിയേ? ഞാനാണ് ഇതിനെ എന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞത്. പക്ഷെ എന്തിന്? എന്തിനു വെച്ചാ നിനക്ക് വെള്ളിപ്പുഴയുടെ വെള്ളം നിനക്ക് തരില്ലല്ലോ. ശരി, നീ പോയിക്കോ. എന്റെ ഗ്രാമത്തിന് ഈ വെള്ളം ആവശ്യമുണ്ട്. ഈ വെള്ളം ഒരു ബോട്ടിലിൽ നീ പിടിച്ചേക്ക്. അത് എടുത്തിട്ട് നിന്റെ ഗ്രാമത്തിന്റെ പുഴയിലേക്ക് ചെന്ന് ഒഴിക്ക്. അപ്പൊ തന്നെ നിന്റെ ഗ്രാമത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു പോവും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ, നീ നിന്റെ ഗ്രാമപ്പുഴയിനെ സുരക്ഷിതമായിട്ട് വെച്ചോ. ഗ്രാമത്തിലിരിക്കുന്ന മരങ്ങളൊന്നും വെട്ടരുത്. ഗ്രാമത്തിന് എപ്പോഴും നല്ല വെള്ളം നോക്കണം. ചെല്ല്, ഒരു ബോട്ടിലെ വെള്ളം നീ പിടിച്ചുകൊണ്ട് നിന്റെ ഗ്രാമത്തിന്റെ പുഴയിൽ ഒഴിച്ചേക്ക്. നിങ്ങളുടെ ഗ്രാമത്തിന്റെ സന്തോഷം നിങ്ങൾ പിന്നെയും തിരിച്ചു കിട്ടും. പൊയ്ക്കോ, സന്തോഷമായിട്ടിരിക്കുക. രോഹൻ തന്റെ ബോട്ടിലിൽ വെള്ളി നദിയിൽ നിന്നും വെള്ളമെടുത്തു. എന്നിട്ട് ആ നാഗത്തെ വണങ്ങി. നിന്റെ പുറകെ ഒരു വഴി കാണുന്നുണ്ടല്ലോ, ആ വഴിയിൽ നീ ചെന്നേക്ക്. രോഹൻ ആ കാട്ടിൽ കൂടി പോയി. എന്നിട്ട് നേരെ അതേ സ്ഥലത്തെത്തി. എവിടെ നിന്നാണോ ഷീരു ഓടിപ്പോയത് അവിടെ. രോഹൻ തന്റെ ഗ്രാമത്തിലെ നദിയരികിലേക്ക് ചെന്നു. നാഗദേവൻ പറഞ്ഞു, ഈ ബോട്ടിലുള്ള വെള്ളം നദിയിലേക്ക് ഒഴിക്കണമെന്ന്.
രോഹൻ ആ ബോട്ടിലിലെ വെള്ളം നദിയിലേക്ക് ഒഴിച്ചു. പെട്ടെന്ന് ആ ഭൂമിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് വന്നു. അതിനുശേഷം ആ നദിയിൽ വൃത്തിയുള്ള വെള്ളം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. രോഹന് സന്തോഷം താങ്ങാനായില്ല. എന്റെ ദൈവമേ, ഇത്ര വൃത്തിയുള്ള വെള്ളമോ? ഇതെന്ത് അതിശയമാണ്! വളരെ സന്തോഷമായിരിക്കുന്നു. ഞാൻ ചെന്ന് എല്ലാരോടും ഇത് പറയണം. രോഹൻ ഈ അതിശയത്തെ കുറിച്ച് ഗ്രാമത്തിലെ ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങളൊക്കെ ആ നദി അരികിലേക്ക് വന്നു. വെള്ളി നദി ഒഴുകുന്നത് കണ്ടിട്ട് എല്ലാരും സന്തോഷിച്ചു. അല്ല പൊന്നു മോനെ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ചേച്ചി, അർപ്പുതമൊന്നുമല്ല. രോഹൻ നമ്മുടെ ഗ്രാമത്തിലേക്ക് പഴയ സന്തോഷം കൊണ്ടുവന്നിരിക്കുകയാണ്. രാംദാസ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത്ര കൊല്ലം നമ്മുടെ ഗ്രാമം നഷ്ടപ്പെട്ട സന്തോഷത്തിനൊക്കെ രോഹൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഹേമ, ഞങ്ങൾ രോഹനെ എന്തൊക്കെയോ വഴക്കു പറഞ്ഞു. പക്ഷെ ഇവനാണ് ഈ ഗ്രാമത്തിന് ഏറ്റവും നല്ലത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇതുവരെ രോഹനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതിന് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എന്താ രമേ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവൻ ചെയ്ത തെറ്റിന് നമ്മൾ ഇവന് തീർച്ചയായും ശിക്ഷ നൽകേണ്ടതാണ്. പിന്നെ ആ നാഗദേവൻ നമ്മളോട് എന്തു പറഞ്ഞോ അതും നമ്മൾ തീർച്ചയായും ചെയ്യണം. ആ, ഇന്ന് തൊട്ട് ഈ പുഴയെ നമ്മൾ നല്ലപോലെ നോക്കണം. ഇതില് കുപ്പയൊന്നും നമ്മൾ ഇടാൻ പാടില്ല. പിന്നെ ഗ്രാമത്തില് കുറെ മരങ്ങൾ നടണം. അതുമാത്രമല്ലാതെ ഗ്രാമത്തിലിരിക്കുന്ന മരങ്ങളൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് നോക്കണം. രോഹന് കുറെ വികൃതി കാണിച്ചിട്ടുണ്ട്, പിന്നെ കുസൃതിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ കാരണമാണ് നമ്മുടെ തെറ്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. രോഹൻ ശരിക്കും സ്വർണം തന്നെയാണ്. അതെ, എന്റെ പേരക്കുഞ്ഞ് യഥാർത്ഥത്തിൽ സ്വർണമാണ്. എന്റെ പൊന്നു മോനല്ലേ ഈ ഗ്രാമത്തിലേക്ക് വെള്ളി നദി കൊണ്ടുവന്നത്. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വളരെ സന്തോഷിതരായിരുന്നു. രോഹന്റെ മുത്തശ്ശി അവനെ ഒരുപാട് പുകഴ്ത്തി. കാരണം രോഹനല്ലേ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സന്തോഷം കൊണ്ടുവന്നത്.